ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗാലിബ് മൊയ്തീൻ. എൻ്റെ വീഡിയോ ബ്ലോഗിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് 2019-20 ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുന്നു. ആ ബഡ്ജറ്റിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡയറക്റ്റ് ടാക്സ് ചേഞ്ചസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾക്ക് ബെനിഫിറ്റ് ഉള്ള കുറച്ച് ഡയറക്റ്റ് ടാക്സ് ചേഞ്ചസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാകുന്നു. ഇന്നത്തെ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് 2.5 ലക്ഷം രൂപയാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് എങ്കിലും കഴിഞ്ഞ വർഷം വരെ 3 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള വ്യക്തികൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഗവൺമെന്റ് ആ റിബേറ്റ് 5 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള വ്യക്തികൾക്ക് ടാക്സ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലക്ഷം രൂപ തന്നെയാണ് എങ്കിലും നിങ്ങളുടെ LIC മുതലായ ATC ഡിഡക്ഷൻ, 1.5 ലക്ഷം രൂപ വരെയുള്ള ATC ഡിഡക്ഷൻ, നിങ്ങളുടെ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് 2 ലാക്ക് വരെയുള്ള ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ 50,000 രൂപ വരെയുള്ള ഡിഡക്ഷൻ, ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഇൻകം 5 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരികയില്ല. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ബഡ്ജറ്റിലൂടെ റിബേറ്റിന്റെ ഒരു മെക്കാനിസം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ കൺവെയൻസ് എക്സ്പെൻസ് ആയിട്ടും അവരുടെ മെഡിക്കൽ എക്സ്പെൻസുകളായിട്ടും ഒരു ലംസമായിട്ട് 40,000 റുപ്പീസ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഇളവ് നൽകിയിരുന്നു. ഈ ഇളവ് ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലൂടെ, അതായത് 2019-20 ഫൈനാൻഷ്യൽ ഇയർ മുതൽ 50,000 രൂപയായി ഉയർത്തിയിരിക്കുന്നു. അതായത് 10,000 രൂപയുടെ എക്സ്ട്രാ ബെനിഫിറ്റ് സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം വരെ 10,000 രൂപയിലധികം നമ്മൾക്ക് ബാങ്കോ പോസ്റ്റ് ഓഫീസുകളോ നമ്മൾക്ക് ഇൻട്രസ്റ്റ് നൽകുന്നുണ്ടായിരുന്നെങ്കിൽ 10% TDS നമ്മളുടെ ഇൻട്രസ്റ്റിൽ നിന്ന് കിഴിക്കുമായിരുന്നു. ഇതുകൊണ്ട് തന്നെ 2.5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയുടെ താഴെ ഇൻകം ഉള്ള വ്യക്തികൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി വരികയും ആ ഫയൽ ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റ് റീഫണ്ട്, ഈ പിടിച്ച TDS റീഫണ്ട് മേടിക്കേണ്ടതായി വന്നിരുന്നു. എന്നാൽ ഈ ഒരു 10,000 രൂപ എന്ന് പറഞ്ഞ ലിമിറ്റ് ഗവൺമെന്റ് 40,000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് വാർഷികമായി ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് 40,000 രൂപയിൽ താഴെയാണെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ നിന്ന് TDS പിടിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാടക 1,80,000 മുകളിലായിരുന്നെങ്കിൽ 10% TDS നിങ്ങളുടെ വാടകക്കാർ പിടിക്കൽ നിർബന്ധമായിരുന്നു. ഇതുകൊണ്ട് തന്നെ 2.5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ താഴെ ഇൻകം ഉള്ള വ്യക്തികൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാടകയുടെ മുകളിൽ TDS പിടിക്കേണ്ട പരിധി 1,80,000 രൂപയിൽ നിന്ന് 2,40,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ വരെ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിയാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയർ വരെ നമ്മൾക്ക് ഒരു വീട് വിറ്റിട്ടുണ്ടെങ്കിൽ വേറൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിലുള്ള ടാക്സ് എക്സംപ്റ്റഡ് ആയിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട് വിറ്റ് ഒരു വീട് വാങ്ങിയാലായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ മക്കൾക്ക് വീടുകൾ നൽകുവാൻ വേണ്ടിയിട്ട് സ്വന്തം തറവാട് വിറ്റ് 2 വീട് വാങ്ങിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഒരു എക്സംഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു വ്യക്തിക്ക് ഒരു വീട് വിറ്റിട്ട് 2 വീട് വാങ്ങിച്ചാൽ പോലും ഈ ഒരു എക്സംഷൻ ലഭിക്കുന്നു. അതായത് 2 വീട് വാങ്ങിക്കുന്ന, അതായത് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റിന് വേണ്ടി ഒരു വീട് വിറ്റ് 2 വീട് വാങ്ങിക്കുന്ന വ്യക്തികൾക്കും ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബിൽഡേഴ്സിനൊക്കെ വളരെ ഒരു സന്തോഷപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിൽഡേഴ്സ് മാത്രമല്ല, ചെറിയ തോതിൽ വീട് വെച്ച് വിൽക്കുന്ന വ്യക്തികൾക്കായാൽ പോലും ഒരു സന്തോഷമുള്ള വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു, അതായത് വീട് കംപ്ലീഷൻ ആയത് മുതൽ 1 വർഷം വരെ നിങ്ങൾ അതിന് മുകളിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ 1 വർഷത്തിന് ശേഷവും വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 1 വർഷം പിന്നിട്ടതിന് ശേഷം ഓരോ മാസവും നോഷണലായിട്ട് അവിടെ എന്താണോ റെന്റ് ലഭിക്കാൻ സാധ്യത, ആ റെന്റ് ഗവൺമെന്റിലേക്ക് കാണിച്ച് അതിന്റെ മുകളിൽ ടാക്സ് അടക്കാൻ ഗവൺമെന്റ് ഒരു നിയമം ഇറക്കിയിരുന്നു. എന്നാൽ ഈ 1 വർഷം എന്നുള്ളത് 2 വർഷമാക്കി ഉയർത്തിയിരിക്കുന്നു. അതായത് നിങ്ങളുടെ വീടോ ഫ്ലാറ്റോ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ വിൽക്കുവാൻ വേണ്ടി പണിതതിന് ശേഷം അത് വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീഷൻ മുതൽ 2 കൊല്ലം വരെ നിങ്ങൾക്കൊരു റിലീഫ് ലഭിക്കുന്നതാണ്. 2 കൊല്ലത്തിന് ശേഷം വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു നോഷണൽ റെന്റ് കണക്കാക്കുകയും അതിന്റെ മുകളിൽ നിങ്ങൾ ടാക്സ് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ ജനപ്രീതി നേടുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കാര്യമായ വേറെ ടാക്സിങ് ഫോർമുലാസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതേസമയം കുറെ നല്ലൊരു ഗീവ് അവേസ് ആണ് ഗവൺമെന്റ് തന്നിരിക്കുന്നത്. 5 ലക്ഷം രൂപ വരെ ടാക്സ് വേണ്ട, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് 40,000 രൂപ വരെ TDS വേണ്ട, 2,40,000 രൂപ വരെയുള്ള റെന്റിന് TDS വേണ്ട. ഇങ്ങനെയുള്ള നല്ല നല്ല ഗീവ് അവേസ് ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരുടെ പ്രീതി ആകർഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്